ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 5-ാം വാക്യം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. വേദപണ്ഡിതരുടെ പിതാവെന്ന് പേര് കേട്ട അഗസ്റ്റിൻ എന്ന വിശുദ്ധൻ ഒരിക്കൽ ദൈവത്തിൻ്റെ ഏകത്വവും തൃത്വവുമായുള്ള ദിവ്യ സ്വഭാവത്തെപ്പറ്റി ഗാഢമായി ചിന്തിച്ചും ധ്യാനിച്ചും കൊണ്ട് ഒരു കടൽ തീരത്ത് നടക്കുകയായിരുന്നു. ഒരു കൊച്ചുകുട്ടി വളരെ ഉത്സാഹത്തോടും ധൃതിയോടും കൂടെ മണലിൽ കുഴി കുഴിക്കുന്നതും കടലിൽ ഇറങ്ങി ഒരു കക്കയിൽ വെള്ളം നിറച്ചുകൊണ്ട് വന്ന് കുഴിയിൽ പകരുന്നതും അദ്ദേഹം കണ്ടു. എൻ്റെ കുഞ്ഞെ, നീ എന്താണ് ഇത്ര ബദ്ധപ്പാടോടെ ചെയ്യുന്നത് എന്ന് വിശുദ്ധൻ അവനോട് ചോദിച്ചു. ആ വിരുദ്ധൻ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്: ഞാൻ ഈ കടലിലെ വെള്ളം ഈ കുഴിയിൽ കൊള്ളിക്കാമോ എന്ന് നോക്കുകയാണ്. അപ്പോൾ അഗസ്റ്റിൻ തന്നോട് തന്നെ പറഞ്ഞു: ഞാനും ഈ ബാലനെ പോലെ അനന്തനായ ദൈവത്തെ എൻ്റെ അല്പജ്ഞാനത്താൽ അളക്കുവാൻ മുതിരുന്ന പോഷൻ തന്നെ. പ്രിയമുള്ളവരെ, ഈ ആമുഖ കഥയിൽ നിന്നും ഇന്ന് നമുക്ക് ലഭിക്കുന്നതായ സന്ദേശം ദൈവത്തിൻ്റെ മഹത്വത്തെപ്പറ്റിയും അവൻ്റെ വിശുദ്ധിയെപ്പറ്റിയും നാമും എല്ലായ്പ്പോഴും ബോധവാന്മാരായിരിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വിശുദ്ധിയുള്ളൊരു ജീവിതം നയിപ്പാനും ഇന്നത്തെ വചന കേൾവി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ച നല്ല ഉൾക്കാഴ്ചയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. വിശുദ്ധിയുള്ള ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾ മുന്നേറുവാൻ ഞങ്ങൾ സഹായിക്കണമേ. അശുദ്ധിയുടെ ഈ ലോകത്ത് കർത്താവെ നിഷ്കളങ്കമായ വിശുദ്ധമായ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.